മഞ്ഞ് വീണ പോലെ നിശബ്ദമായിരുന്നു ഒരു വലിയ കൊട്ടാര വീട്. ഒരു കാലത്ത് ചിരിയും സ്നേഹവും നിറഞ്ഞിരുന്ന മുറികൾ ഇന്ന് ഓർമ്മകളുടെ ഭാരത്തിൽ നിശ്ചലമായിരിക്കുന്നു. അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ വിട്ടുപോയതോടെ 10 വയസ്സുള്ള അമ്മുവും 15 വയസ്സുള്ള അപ്പുവും ആ ലോകത്ത് അനാഥരായി. രക്തബന്ധത്തിലെ ഏറ്റവും അടുത്ത അച്ഛൻ്റെ ചേട്ടൻ രവിശങ്കർ മാത്രമായിരുന്നു അവരുടെ ആശ്രയത്തിൽ കുട്ടികളെ ഏറ്റെടുത്തത്. സ്വന്തം വീടെന്ന് വിളിക്കാൻ പറ്റാത്ത, പക്ഷേ താമസിക്കാതെ വേറെ വഴിയില്ലാത്ത ഒരു വലിയ കൊട്ടാരത്തിലേക്ക് രവിശങ്കറുടെ കൈപിടിച്ച് അപ്പുവും അമ്മുവും യാത്രയായി. കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്വവും രവിശങ്കർ ഏറ്റെടുത്തു. ഭക്ഷണവും പഠനവും വസ്ത്രവും എല്ലാം അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. പക്ഷേ ആ കൊട്ടാരത്തിൽ യഥാർത്ഥ ഭാരം മറ്റൊരാളായിരുന്നു, രവിശങ്കറിൻ്റെ ഭാര്യ ദേവി. അമ്മുവിനെയും അപ്പുവിൻ്റെയും ഓരോ ചൂടും ദേവിക്ക് അസഹ്യമായിരുന്നു. അവരുടെ ശബ്ദം, അവരുടെ സാന്നിധ്യം, അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ദേവിക്ക് ദേഷ്യം തന്നെയായിരുന്നു. അമ്മുവിൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും അമ്മയുടെ ഓർമ്മ ഈർപ്പം പോലെ നിറഞ്ഞിരുന്നു. എന്നാൽ ആ വലിയ കൊട്ടാരത്തിൽ അവർക്ക് സ്നേഹം കിട്ടിയിരുന്നില്ല. അപ്പുവിനും അമ്മുവിനും അവിടുത്തെ ജീവിതം വളരെ കഠിനമായിരുന്നു. ദേവിയുടെ ലോകം ഒരാൾക്ക് മാത്രമുള്ളതായിരുന്നു, അവരുടെ സ്വന്തം മകൻ നന്ദു. നന്ദുവിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ അവകാശവും ലഭിച്ചു. വലിയേറെ കളിപ്പാട്ടങ്ങൾ, ഇഷ്ടമുള്ള ഭക്ഷണം. ഒരു ചെറിയ ചുമ വന്നാൽ പോലും ഡോക്ടർമാർ ഓടിയെത്തും. പക്ഷേ അതേ വീട്ടിൽ ജീവിച്ചിരുന്ന അപ്പുവിനെയും അമ്മുവിനെയും ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പുവും അമ്മുവും തിന്നുന്ന ഭക്ഷണത്തിന് വരെ ദേവി കണക്ക് പറയാൻ തുടങ്ങി. എന്നാൽ അപ്പു ഇതെല്ലാം സഹിച്ചു. അപ്പുവിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് വരെ അമ്മുവിന് കൊടുത്തു. എനിക്കിപ്പോൾ വിശപ്പില്ല, നീ കഴിച്ചോളവാൻ എന്ന് അപ്പു പറയും. അങ്ങനെ വളരെ കഠിനമായിട്ടാണ് ഓരോ ദിവസവും അവർ അവിടെ കഴിഞ്ഞു പോയിരുന്നത്. എന്നാൽ രവിശങ്കർ ആവട്ടെ എല്ലാത്തിനും മൗനം പാലിച്ചു. നല്ലൊരു കുടുംബജീവിതം മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കഷ്ടപ്പാടുകളൊന്നും രവിശങ്കർ കണ്ടില്ല എന്ന് നടിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രവിശങ്കർ വീട്ടിലില്ലാത്ത സമയത്ത് ദേവി നന്ദുവിനു വേണ്ടി ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുകയായിരുന്നു. അത് നന്ദുവിന് വേണ്ടി പ്രത്യേകം ഒരുക്കിയതായിരുന്നു. അത് അമ്മുവിനറിയാമായിരുന്നു. എന്നാലും വയറിലെ വിശപ്പും മനസ്സിലെ മോഹവും അവളെ ഒരു നിമിഷം ദുർബലമാക്കി. ആരും കാണില്ലെന്ന് കരുതി അമ്മു പതുക്കെ ഭരണിയുടെ അടുത്തേക്ക് പോയി ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടത് കൈനീട്ടി എടുക്കുവാൻ നോക്കി. പക്ഷെ അതുതന്നെയായിരുന്നു ദുരന്തം. ഭരണി അവളുടെ കൈകൾ തട്ടി വഴുതി തറയിൽ വീണു പൊട്ടി. മാങ്ങയും ഉപ്പും തറ മുഴുവൻ ചിതറി. അടുക്കളയിൽ പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ട് ദേവി ഓടി വന്നു. തറയിൽ പൊട്ടിയ ഭരണിയും ചിതറിയ മാങ്ങയും കണ്ടപ്പോൾ ദേവിയുടെ മുഖം ദേഷ്യം കൊണ്ട് മാറിയിരുന്നു. കള്ളി എന്ന് ഉറക്കെ തന്നെ ദേവി അമ്മുവിനെ വിളിച്ചു. എൻ്റെ മകൻ്റെ സാധനം മോഷ്ടിക്കുവാൻ നിനക്ക് ഇത്ര ധൈര്യമോ എന്ന് ദേവി ദേഷ്യത്തിൽ തന്നെ അമ്മുവിനോട് ചോദിച്ചു. അമ്മു ഒന്നും പറയാതെ വിറച്ചു നിന്നു. അപ്പു ഈ സൗദമെല്ലാം കേട്ട് അടുക്കളയ്ക്ക് ഓടി വന്നു. അപ്പു അമ്മുവിനെ ചേർത്ത് പിടിച്ചു. അപ്പു ദേവിയോട് പറഞ്ഞു, ചേച്ചി ഒന്നും പുറവുമല്ല, എൻ്റെ അനിയത്തി മാങ്ങ തിന്നുവാനുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അത് എടുത്താൻ നോക്കിയത്. അവളുടെ കൈ തട്ടി അറിയാതെ നിലത്ത് വീണതാകും. ദേവി ഇതെല്ലാം കണ്ട് ദേഷ്യത്തിൽ തന്നെ, നിങ്ങൾ രണ്ടുപേരും ഈ വീട് നശിപ്പിക്കും. എപ്പോഴും ഭക്ഷണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക? എന്നാണ് എനിക്കൊരു സമാധാനത്തിൽ കഴിയാൻ പറ്റുക എന്ന് ദേഷ്യത്തിൽ അപ്പുവിനോടും അമ്മുവിനോടും ചോദിച്ചു. അപ്പുവിനും അമ്മുവിന് ഹൃദയത്തിൽ വളരെ പൊള്ളലേറ്റ പോലെയായിരുന്നു അത്. എന്നാൽ അമ്മുവിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അപ്പു ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. അന്ന് അവർ രണ്ടുപേരും ഒരു സത്യം മനസ്സിലാക്കി. ഈ കൊട്ടാരത്തിൽ നമുക്ക് സ്ഥാനമില്ല. നമ്മുടെ വേദനയ്ക്ക് കാഴ്ചക്കാരില്ല ഇവിടെ. അന്ന് രാത്രി അപ്പുവും അമ്മുവും തീരുമാനിച്ചു, നമുക്ക് ആരും കാണാതെ ഈ കൊട്ടാരത്തിൽ നിന്ന് പോകുവാം. നമ്മളെ ഇവിടെ ആർക്കും വേണ്ട. അങ്ങനെ ആ രാത്രി കൊട്ടാരം നിശബ്ദമായിരിക്കുന്ന സമയത്ത് ദേവികളുടെ വാക്കുകൾ ഇപ്പോഴും അമ്മുവിൻ്റെ ചെവിയിൽ മുഴുങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അപ്പുവും അമ്മുവും പതുക്കെ ആ വലിയ കൊട്ടാരം വിട്ട് ഇറങ്ങുവാൻ തീരുമാനിച്ചു. ഇവിടെ നമുക്കിനി കഴിയുവാൻ പറ്റുകയില്ല. അപ്പു അമ്മുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു.
അമ്മു ഒന്നും ചോദിച്ചില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ മാത്രമായിരുന്നു. പിറകോട്ട് നോക്കാതെ അവർ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു. ഇരുട്ടും നിശബ്ദം മാത്രം കൂട്ടായി അവർ അങ്ങനെ നടന്നു അവർ അങ്ങ് ഒരു കാടിലെ നടുവിലെത്തി. ക്ഷീണം അമ്മുവിനെ തളർത്തി. അപ്പു ഒരു മരത്തിൻ്റെ ചോട്ടിൽ അവളെ ഇരുത്തി. അപ്പോഴാണ് അവിടെ അവർ ഒരു വൃദ്ധനെ കണ്ടത്. അവർ നേരെ തന്നെ ആ വൃദ്ധൻ്റെ അരികിലേക്ക് പോയി. ഒരു പാവപ്പെട്ട വൃദ്ധൻ, മുഷിഞ്ഞ വസ്ത്രം, വെളറിയ മുഖം, കണ്ണുകളിൽ വർഷങ്ങളായിട്ടുള്ള ഏകാന്തത. അവർ നേരെ ആ വൃദ്ധൻ്റെ അരികിലേക്ക് പോയി. വൃദ്ധൻ അവരെ കണ്ടപ്പോൾ മന്ദമായി ഒന്ന് ചിരിച്ചു. ഇത് ചിരിയല്ലായിരുന്നു, വേദനയുടെ അടയാളം മാത്രമായിരുന്നു. വൃദ്ധൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് മക്കളെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? അമ്മുവും അപ്പവും വൃദ്ധൻ്റെ മുന്നിൽ വെച്ച് കരയുവാൻ തുടങ്ങി. അമ്മുവും അപ്പവും വൃദ്ധനെ നോക്കി. അപ്പുവിൻ്റെ ഹൃദയം മുറിഞ്ഞു പോയിരുന്നു. അമ്മുവിൻ്റെ കൈകൾ കൂടുതൽ മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ അപ്പു നടന്ന കാര്യമെല്ലാം ആ വൃദ്ധനോട് പറഞ്ഞു. വൃദ്ധൻ അവരെ സമാധാനിപ്പിച്ചു. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്, ആരുമില്ലാത്ത ഒരു വൃദ്ധൻ. മക്കൾക്ക് ഭാരമായി ഒടുവിൽ ഞാൻ ഈ കാട്ടിലേക്ക് പോന്നു. നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞു വൃദ്ധൻ. അന്ന് രാത്രി അവരുടെ കഥകളെല്ലാം അപ്പവും അമ്മുവും സങ്കടത്തോടു കൂടി തന്നെ പറഞ്ഞു. വൃദ്ധൻ്റെ ഒറ്റപ്പെടലും അവരോട് പറഞ്ഞു. അങ്ങനെ 3 പേരും അവിടെ തന്നെ കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അപ്പവും അമ്മും ആ വൃദ്ധനെ അവിടെ കണ്ടില്ല. പകരം ഒരു വലിയ തുണിസഞ്ചിയും അതിൻ്റെ അടുത്ത് ഒരു കത്തുമാണ് അവർ കണ്ടത്. അവർ 2 പേരും ആ കത്തെടുത്ത് വായിച്ചു. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ഒരിക്കലും അനാഥരല്ല, നിങ്ങൾക്ക് ദൈവമുണ്ട് കൂട്ടിന്. നിങ്ങൾ ഈ തുണിസഞ്ചിയിലുള്ള പണം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഇതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കണം. ഞാൻ പോകുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കരുത്, നിങ്ങൾക്ക് നല്ലത് മാത്രം വരും എന്ന് മാത്രമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അപ്പവും അമ്മവും ഓടിപ്പോയി ആ തുണിസഞ്ചി തുറന്നു നോക്കിയപ്പോൾ ആ തുണിസഞ്ചി നിറയെ പണമായിരുന്നു. ആദ്യം അവരൊന്ന് പകച്ചു. എന്തു ചെയ്യും, ആ വൃദ്ധൻ എവിടെ പോയെന്ന് ആദ്യമൊന്ന് അവർ പകച്ചു. ആകെ നിശബ്ദമായി. അവർ ആ തുണിസഞ്ചിയിലെ പണം കണ്ട് ഞെട്ടലോടുകൂടി തന്നെ അവിടെ നിന്നു. വർഷങ്ങൾക്ക് ശേഷം കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഒരിക്കൽ ഇരുട്ടിൽ ഭയത്തോടെ കാട്ടിൽ ഓടിയിറങ്ങിയ അപ്പവും അമ്മുവും ഇന്ന് ജീവിതത്തിൽ ഉയർന്നിരിക്കുന്നു. നഗരത്തിലെ ശാന്തമായ ഒരു ഭാഗത്ത് ഒരു വലിയ ബംഗ്ലാവ് നിലകൊണ്ടു. വെളുത്ത ചുവരുകൾ, വിശാലമായ മുറ്റം, ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ. ആ വീടിൻ്റെ പേര് മാധവൻ ഭവൻ. അതെ, ആ കാട്ടിൽ അപ്പവും അമ്മുവും, അവർക്ക് അന്ന് തണലായി നിന്ന ആ വൃദ്ധൻ്റെ പേര്. അന്ന് ആരുമില്ലാത്ത സമയത്ത് ആ വൃദ്ധൻ നൽകിയ പണത്തിൽ അപ്പു പഠിച്ചു. കഷ്ടപ്പാടും ആത്മാഭിമാനം ഒന്നിച്ചാണ് അവരെ ഉയർത്തിയിരുന്നത്. അങ്ങനെ അവർ പഠിച്ചു. ഇന്ന് മാന്യമായ വ്യക്തിയായി സമൂഹത്തിൽ അറിയപ്പെടുന്നു. അമ്മു അന്ന് മാങ്ങയ്ക്കായി കരഞ്ഞ ചെറിയ പെൺകുട്ടി ഇന്ന് സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു യുവതിയായി മാറിയിരിക്കുന്നു. ആ വീട്ടിൽ ആഡംബരമുണ്ടായിരുന്നില്ല, പക്ഷേ അതിലേറെ സ്നേഹമുണ്ടായിരുന്നു. അവർ ഒരിക്കലും ആ വൃദ്ധനെ മറന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോ ദിവസം വീടിൻ്റെ അകത്തളത്തിൽ ആ വൃദ്ധനെക്കുറിച്ച് അവർ ആലോചിക്കും. അമ്മു പലപ്പോഴും പറയും, നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് രക്തബന്ധം കൊണ്ടല്ല, ആ അച്ചാച്ചൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പു അമ്മുവിൻ്റെ വാക്കിന് മന്ദമായി ചിരിക്കും. മാധവൻ ഭവൻ ഇന്ന് ഒരു വീടല്ലായിരുന്നു, അത് ആശ്വാസത്തിൻ്റെ വാതിലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് വിശപ്പോടെ മാങ്ങയ്ക്കായി കൈനീട്ടിയ അപ്പവും അമ്മും ഇന്ന് വിശപ്പുള്ളവരുടെ കണ്ണുകൾ ആദ്യമേ കാണുന്നവരായി മാറി. വാതിൽ മുന്നിൽ ആരെങ്കിലും എത്തി വിശക്കുന്നുവെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അവർ വിശന്ന് അവിടെ നിന്ന് പോയിട്ടില്ല. ജാതിയോ പേരോ കാരണമോ ഒന്നും അന്വേഷിക്കാതെ വയറു നിറയെ ഭക്ഷണം മാധവൻ ഭവനിൽ നിന്ന് എല്ലാവർക്കും ലഭിച്ചിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർ അവിടെ കണ്ടിരുന്നു. എന്നാൽ മറുഭാഗത്ത് രവിശങ്കർ മരണപ്പെട്ടു. സ്വന്തം മകൻ്റെയും മരുമകളുടെയും തണലിൽ ദേവി ഇപ്പോൾ ജീവിക്കുകയാണ്. എന്നാൽ മരുമകളാവട്ടെ ദേവിയെ ഒരിക്കലും ഒരു അമ്മയായോ അമ്മായിമ്മയായോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ദേവിയെ എപ്പോഴും മരുമകൾ കുത്തിദ്രോഹിച്ചു കൊണ്ടേയിരിക്കും. താൻ ചെയ്ത പാപത്തിന് താൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നത് പോലെയാണ് ദേവിക്ക് ഇപ്പോൾ. ദേവിക്ക് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ചെയ്യുന്നതിന് എല്ലാത്തിനും മരുമകൾ കുറ്റം പറയുക മാത്രമാണ് ചെയ്തത്.
മകൻ നന്ദു അതിനെല്ലാം കൂട്ടായി നിന്നു. അവർ ഒരിക്കൽ പോലും അമ്മയെ നല്ല രീതിയിൽ ഒന്ന് സംരക്ഷിക്കുക പോലും ചെയ്തിട്ടില്ല. വീണയ്ക്ക് എപ്പോഴും ദേഷ്യം മാത്രമായിരുന്നു. വീട്ടിലെ എല്ലാ ജോലിയും ദേവിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. വർഷങ്ങളായി മറ്റുള്ളവരെ വേദനിപ്പിച്ച ആ ശരീരം ആദ്യമായി ദേവി സ്വയം വേദന അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അന്ന് ദേവിക്ക് മനസ്സിലായി, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് തന്നെ ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. ഒടുവിൽ കരഞ്ഞുകൊണ്ട് തന്നെ ദേവി നന്ദുവിൻ്റെയും മരുമകൾ വീണയുടെയും അരികിൽ നിന്ന് ആ വലിയ വീട്ടിൽ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയി. ദേവി അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയായി. ഭക്ഷണവും വീടുമില്ലാതെ അഭിമാനവും ശക്തിയുമെല്ലാം വഴിയിൽ വീണുപോയ അവസ്ഥ. അങ്ങനെ മറ്റൊരു ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ആ ഗ്രാമവാസിയിൽ നിന്ന് അവൾ ആദ്യമായി ആ പേര് കേട്ടത്. മാധവൻ ഭവൻ. ആരുമില്ലാത്തവർക്ക് ആശ്രയം തരുന്ന വീട്. വിശന്നാൽ ചോദ്യമില്ല, ഉടനെ ഭക്ഷണം തരും. ആ വാക്കുകൾ ദേവിയുടെ ഹൃദയത്തിൽ അവസാനത്തെ പ്രതീക്ഷയായി വീണു. ഒന്ന് പോയി നോക്കാം. ദീർഘനടപ്പിന് ശേഷം അവൾ ആ വലിയ വീട് മുറ്റത്തെത്തി. വാതിൽ തുറന്ന് അകത്തു വന്നപ്പോൾ ശാന്തമായ വെളിച്ചം, ഭക്ഷണത്തിൻ്റെ മണവുമായിരുന്നു. ദേവി ഒന്നും പറഞ്ഞില്ല, അകത്തേക്ക് കയറി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൾ അവിടെ കണ്ടത്. അകത്ത് ചുമരിൽ അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും ചെറുപ്പത്തിലെ ഫോട്ടോ, അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ. ദേവി ഒരു നിമിഷം ഒന്ന് ഞെട്ടി. അപ്പോഴാണ് അപ്പുവും അമ്മും അവരുടെ മുന്നിൽ വന്നു നിന്നത്. ദേവി ഒരു നിമിഷം അവരെ കണ്ടപ്പോൾ ആകെ ഒന്ന് പകച്ചു. ശേഷം കണ്ണുകൾ നിറഞ്ഞു, ശ്വാസം മുട്ടി. ഇത് അവർ? ദേവിയുടെ മനസ്സ് പിറകോട്ട് ഓടി. അന്ന് കൊട്ടാരത്തിൽ വിശപ്പോടെ നിന്ന് അപ്പുവും അമ്മുവും. ദേവി അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും അരികിൽ പോയി. സത്യം ഒരു ഇടിമുന്നൽ പോലെ ദേവിയുടെ ഹൃദയത്തിൽ വീണു. ദേവി കരഞ്ഞു. ആദ്യമായി അഭിമാനമില്ലാതെ, ദേഷ്യമില്ലാതെ. ദൈവമേ, ഇത് നിങ്ങളാണോ? ദേവിയുടെ കാലുകൾ തളർന്നു. വിധി ദേവിയെ അവൾ തന്നെ തള്ളിയ അതേ കുട്ടികളുടെ വാതിലിലേക്കാണ് തിരികെ കൊണ്ടുവന്നത്. ദേവി ഒരു നിമിഷം ഒന്നും മിണ്ടാതെ തന്നെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കാലിൽ വീണു മാപ്പ് ചോദിച്ചു. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എനിക്കിപ്പോൾ ശിക്ഷ കിട്ടി. എൻ്റെ മകനും മരുമകളും എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളോട് ചെയ്ത തെറ്റിനെല്ലാം എനിക്ക് ഇപ്പോൾ ശിക്ഷ കിട്ടി. അപ്പും അമ്മുവും ദേവിയുടെ വിഷമം കണ്ട് അമ്മേ എന്ന് ഉറക്കെ വിളിച്ചു. അമ്മ ഒരിക്കലും തനിച്ചല്ല, ഞങ്ങളുണ്ടാകും. അമ്മ ചെയ്തതൊക്കെ ഞങ്ങൾക്ക് ക്ഷമിച്ചിരിക്കുന്നു. അമ്മുവിനും അപ്പുവിനും അത് പ്രതികാരമല്ലായിരുന്നു, ഒരു മനുഷ്യത്വത്തിൻ്റെ വിജയം തന്നെയായിരുന്നു. മാധവൻ ഭവൻ അന്നു മുതൽ ഒരു പുതിയ അർത്ഥം നേടി. ക്ഷമയും സ്നേഹവും എല്ലാമുള്ള വീട്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല, പക്ഷേ ഇത് പറയുന്ന പാഠം എന്നേക്കുമായി തുടരുന്നു.